ഞാൻ ഇന്നലെ ആ CCL കളിക്കാൻ പോയതാണ്. ഞാൻ അവിടെ കിടന്ന് മരിച്ച് ഫീൽ ചെയ്ത് ഇവിടെ കണ്ടില്ല. ഞാൻ ആ പ്രാച്ചി തേർലാന്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോ അത് മാത്രം കട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ട് എന്തോ ഉദ്ദേശം എന്താ ഉദ്ദേശം ചോദിക്കുന്നുണ്ട് എന്നാ തെറ്റ്? അത് ശരി എന്നാ തെറ്റ്? ഭാര്യ ഒരു ഇച്ചിരി പോസസീവ് ആയെന്ന് പറയാ എന്നാ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഭാര്യ ആ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് നിൽക്കുമ്പോ ഒരു ഭാര്യക്ക് തോന്നാവുന്ന ഒരു കാര്യമാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എന്നാ ഉദ്ദേശം എന്റെ അടുക്കള വന്നിട്ട് എന്നോട് എണീക്കാനോ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. അതിന്റെ കൂടെ ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ കയറി ഒന്ന് കൈവച്ചല്ലോ. അത് ഇടയ്ക്കല്ല, അത് എപ്പോഴും ഉണ്ട്. ഏതിലേ ഉറക്കുന്നേ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. എന്താന്ന് വെച്ചാല് പറയുമ്പോ തന്നെ ആൾക്കാർ കളിയാക്കി. ഈ പല മേഖലയിൽ ദൈവം ആർക്കും കഴിവ് കൊടുക്കരുത്. ഇതിപ്പോ അപ്പൊ അതാണ് പറ്റിയ കുഴപ്പം. ഞാൻ മാമ ശവത്തി കുത്താതെ മാമ. എനിക്കൊരു പഴയ പ്രണയം ഉണ്ടായിരുന്നു. അത് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ സ്വാഭാവികം. അപ്പം ഞാൻ കുക്ക് ചെയ്യോ? ചോദ്യം ഞാൻ ചെയ്യും. ചോദിച്ചില്ല, ഞാൻ അവിടെ പക്ഷെ 1/2 കിലോ ചിക്കന് 1 ലിറ്റർ എണ്ണ എടുത്ത് അടുക്കളയെ മൊത്തം കുളമാക്കി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. എന്തായാലും അഖിലിനോട് ഫുൾ സപ്പോർട്ടാണോ കൂടെ? പണ്ടേ ഈ സിനിമയെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് രാഷ്ട്രീയത്തിലേക്കായിരിക്കും. സിനിമയൊന്നും എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. അഖിൽ ഒരിക്കലും ഒന്നിനെ പറ്റി ബോധേഡല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അയാളുടെ തെറ്റോ ശരിയോ വോട്ടെവർ മേ ബി. പക്ഷെ അഖിലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്റെ വീട്ടിലെ CC ക്യാമറ ചേച്ചി എടുക്കണം. അന്നേരം ചേച്ചി അറിയാം എന്താ സത്യം. ഇതിന്റെ ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു, പണ്ടത്തെ പോലൊന്നും അല്ല, നിങ്ങൾ അവിടെ വെച്ച് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വിചാരിക്കും തരുമോ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഓരോ ഇടി ഞാൻ കൊള്ളുമ്പോഴും അതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുക. ചേച്ചി കഴിഞ്ഞ ദിവസം തന്നെ നോക്കണേ എന്റെ അവസ്ഥ ചേച്ചി ആലോചിച്ചു. പോലീസിൽ പുലി, ആലീസിന്റെ മുന്നിൽ എല്ലാരാ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം.